രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ്, ശത്രുരാജ്യങ്ങൾ പേടിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം കരുത്തൻ അജിത് ഡോവൽ. ഈ മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിന്റെ വിരിവൊന്നു കൂടും. വെറുതെയല്ല അദ്ദേഹത്തെ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിലനിർത്തിയിരിക്കുന്നത്. അടുത്തിടെ മുംബൈയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ച ചില ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ കേട്ടാൽ ആരും ഒന്ന് അമ്പരന്നു പോകും. അത്രയധികം നിർണായകമായ, ആരെയും വിസ്മയിപ്പിക്കുന്ന രഹസ്യ നീക്കങ്ങളിലൂടെയാണ് ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലം അഹമ്മദാബാദിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി 13ഓളം ബോംബ് സ്ഫോടന പരമ്പരകളാണ് അരങ്ങേറിയത്. രാജ്യം മുഴുവൻ നടുങ്ങി നിന്ന ഭീകരമായ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഒരു നിർണായക തീരുമാനം എടുത്തത്. രാജ്യത്തെ മുഴുവൻ സ്ഫോടനങ്ങളും ഗുജറാത്ത് പോലീസ് അന്വേഷിക്കണമെന്നും ഇതിനായി അജിത് ഡോവലുമായി ഉടൻ ചർച്ച ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് സംഭവിച്ചത് ഇന്ത്യൻ സുരക്ഷാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. പിറ്റേന്ന് ഒരു ഉച്ച സമയത്ത് അജിത് ഡോവൽ അമിത്ഷായുടെ വീട്ടിലെത്തി. അഹമ്മദാബാദിലെ സ്ഫോടനത്തെക്കുറിച്ചും രാജ്യത്തുടനീളമുണ്ടായ മറ്റ് സ്ഫോടനങ്ങളെക്കുറിച്ചുമുള്ള സകല വിവരങ്ങളും ഒരൊറ്റ വിവരണം കൊണ്ട് അദ്ദേഹം മുന്നിൽ വെച്ചു. അതോടെ അന്വേഷണം അതിവേഗത്തിലായി. അജിത് ഡോവലിലൂടെ എല്ലാ സ്ഫോടനങ്ങളുടെയും വേരുകൾ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഒറ്റയടിക്ക് അഭീകരമായ ബോംബ് സ്ഫോടന പരമ്പരകളെല്ലാം എന്നേക്കുമായി തടയാൻ കഴിഞ്ഞു എന്നതാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. ചിന്തിച്ചു നോക്കൂ, ഒരു രാജ്യത്തെ വിറപ്പിച്ച സ്ഫോടന പരമ്പരകളെ ഒറ്റയടിക്ക് നിശ്ചലമാക്കാൻ തക്കറിവുള്ള തന്ത്രങ്ങളും കരുത്തുമാണ് അജിത് ഡോവൽ എന്ന ഒറ്റയാൾ പട്ടാളത്തിന്റെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെയാകാം 2014 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യമെടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുക എന്നത് മാത്രമായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും ഒപ്പം അജിത് ഡോവലിന്റെ പ്രവർത്തന മികവും കൈകോർക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയവും സുരക്ഷാ നയവും ഉരുക്കുമുഖം പ്രാപിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ന് ഇന്ത്യ ഒരു ഇടിയുടെ ശബ്ദമാണ്. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധികേന്ദ്രം മറ്റാരുമല്ല, ഈ രാജ്യത്തിന്റെ കാവലാളായ അജിത് ഡോവലിനെയാണ്. ഈ മനുഷ്യൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ ശത്രുരാജ്യങ്ങൾ പോലും ഒന്ന് വിറയ്ക്കും എന്നതിൽ സംശയമില്ല. രാജ്യത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്ന ഇത്തരം പ്രതിഭകളുടെ യഥാർത്ഥ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും ഒപ്പം അജിത് ഡോവലിന്റെ പ്രവർത്തന മികവും കൈകോർക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയവും സുരക്ഷാ നയവും ഉരുക്കുപോലെ ഒരിതു വരികയാണ്. രാജ്യത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്ന ഇത്തരം പ്രതിഭകളുടെ ഓരോ നീക്കവും അത്രയധികം ശക്തമാണ്. ഇത് മാത്രമല്ല കേട്ടോ, അജിത് ഡോവൽ എന്ന തന്ത്രശാലിയുടെ കളി ഇവിടെയും തീരുന്നില്ല. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ തീവ്രവാദത്തിന്റെ വേരറുത്ത ഈ മനുഷ്യൻ പിന്നീട് കളം മാറ്റിപ്പിടിച്ചത് അന്താരാഷ്ട്ര തലത്തിലാണ്. ഇന്ത്യയുടെ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായി മാറിയ ഡോവൽ ട്രോക്ട്രിറ്റ് അല്ലെങ്കിൽ അഗ്രസീവ് ഡിഫൻസ് പോളിസി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ നയങ്ങളിൽ വന്ന ഏറ്റവും വലിയ മാറ്റം പ്രതിരോധത്തിലല്ല, മറിച്ച് പ്രതിരോധിക്കലാണ്. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇന്ത്യയെ ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഏത് നീക്കത്തെയും അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ തകർത്തെറിയുന്ന തന്ത്രമാണ് അജിത് ഡോവൽ നടപ്പിലാക്കിയത്. സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് പിന്നിലെ മാസ്റ്റർ മൈൻഡ് മറ്റാരുമല്ല, ഈ മനുഷ്യൻ തന്നെയാണ്. ശത്രുക്കളുടെ ഭാഷയിൽ തന്നെ തിരിച്ചടി നൽകുക എന്ന മോദിയുടെയും ഡോവലിന്റെയും നയമാണ് ഇന്ന് ലോകം ഭയത്തോടെ നോക്കിക്കാണുന്നത്. വെറുതെയല്ല നരേന്ദ്രമോദി അജിത് ഡോവലിനെ ഈ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി തിരഞ്ഞെടുത്തത്. അതിനു പിന്നിൽ അത്രയും ശക്തമായ കാരണങ്ങളും കൃത്യമായ കണക്കുകൂട്ടലുകളുമുണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകിടം മറിക്കാൻ ശ്രമിച്ച ശക്തികൾക്ക് മുന്നിൽ അജയ്യനായ ഒരു കാവലാളായി ഈ മനുഷ്യൻ നിലകൊണ്ടു. ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അഹമ്മദാബാദിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് ബോംബ് സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയത്. രാജ്യം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് ആ ഒരു തീരുമാനം മോദി എടുത്തത്. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സുരക്ഷാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. അജിത് ഡോവൽ അമിത്ഷായുടെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചു. പിന്നീട് ആ സ്ഫോടനങ്ങളെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഒരൊറ്റ വിവരണം കൊണ്ട് അദ്ദേഹം മുന്നിൽ വെച്ചു. അതോടെ അന്വേഷണം അതിവേഗത്തിൽ നടന്നു. പിന്നീട് സ്ഫോടനങ്ങളുടെ വേരുകൾ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കി. ചിന്തിച്ചു നോക്കൂ, ഒരു രാജ്യത്തെ വിറപ്പിച്ച സ്ഫോടന പരമ്പരകളെ ഒറ്റയടിക്ക് നിശ്ചലമാക്കാൻ തക്കമുള്ള തന്ത്രങ്ങളും കരുത്തുമാണ് അജിത് ഡോവൽ എന്ന ഒറ്റയാൾ പട്ടാളത്തിന്റെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മോദി ഒരു ദേശീയ ഉപദേഷ്ടാവായിട്ട് പിന്നീട് നിയമിച്ചത്. ഇന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും ഈ ഒരു അജിത് ഡോവലിന്റെ പ്രവർത്തന മികവും അതുപോലെ തന്നെ മോദിയുടെ കരുത്തും ചേരുമ്പോൾ നമ്മുടെ രാജ്യമെന്ന് സുരക്ഷമാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ ഇന്നൊരു വലിയൊരു ശബ്ദമായിട്ട് മാറുകയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊരു സുപ്രധാന തീരുമാനം എടുക്കുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉണ്ടാകും. ഇത്രത്തോളം കരുത്തനും പ്രതിസന്ധികളെ മുഖാമുഖം നേരിടാൻ കഴിവുള്ളവനുമായ ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒപ്പമുണ്ടാകുമ്പോൾ രാജ്യത്തിന് മുന്നിൽ വരുന്ന ഏത് വലിയ വെല്ലുവിളികളെയും തന്ത്രപരമായി നേരിടാൻ സാധിക്കും. ഇന്ന് എന്തെങ്കിലും പ്രതിസന്ധികളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതെങ്ങനെ വേരോടെ പിഴുതെറിയണമെന്ന് ഈ നേതൃത്വത്തിന് കൃത്യമായി അറിയാം. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ മൈൻഡ് അജിത് ഡോവലിന്റെ തന്ത്രങ്ങളും നൈപുണ്യവും തന്നെയാണ് രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിമർശകർക്കും കുറ്റപ്പെടുത്തുന്നവർക്കും ഈ ചരിത്ര സത്യങ്ങൾ ഒരു മറുപടിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം ഉന്നത പ്രതിഭകളുടെ യഥാർത്ഥ കഴിവുകൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് വ്യക്തമായ ഒരു നയതന്ത്രമുണ്ട്, അപാരമായ ദീർഘവീക്ഷണമുണ്ട്. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുകയുള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഉദാഹരണത്തിന് അയോധ്യയിലെ സുപ്രധാനമായ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കൃത്യമായ നയതന്ത്രവുമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ചൊരു നയതന്ത്രജ്ഞനാണെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കാര്യം. അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ടുള്ള നിർണായക തീരുമാനം ഉൾപ്പെടെയുള്ളവയെല്ലാം രാജ്യത്തിന്റെ സുരക്ഷയെ എത്രമാത്രം ശക്തമാക്കി എന്ന് കാണേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഈ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ പൂർണ്ണമായും സുരക്ഷിതമാണ്. രാജ്യത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ആ കരുത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന ചില മാന്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വ്യക്തമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും വെറുതെ കുറ്റപ്പെടുത്താൻ മാത്രം ഉള്ള അവർക്കുള്ള ചുട്ട മറുപടിയാണ് ഈ ചരിത്രമെല്ലാം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെയും കരുത്തിനെയും കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും കണ്ണ് തുറന്ന് കാണാത്തവരുമെല്ലാം ഒന്ന് ഓർക്കുക, ഇതാണ് യഥാർത്ഥ ഭരണതന്ത്രജ്ഞത. രാജ്യത്തിനൊരു ആപത്ത് വരുമ്പോൾ അതിനെ വേരോടെ പിഴുതെറിയാൻ ഏതൊക്കെ തലത്തിൽ കരുനീക്കങ്ങൾ നടത്തണമെന്ന് ഈ ഭരണകൂടത്തിന് കൃത്യമായി അറിയാം. അപ്പോൾ പിന്നെ വെറുതെ വിമർശിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അല്പം കണ്ണു തുറന്നു നോക്കൂ. നമ്മുടെ രാജ്യം ഇന്ന് എത്രത്തോളം ശക്തമായ കരങ്ങളിലാണ് ഭദ്രമായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകും. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് എത്രത്തോളം ശക്തമായ കരങ്ങളിലാണ് ഭദ്രമായിരിക്കുന്നതെന്ന് ഈ ഓരോ സംഭവങ്ങളും നമുക്ക് വ്യക്തമാക്കി തരികയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും വെറുതെ കുറ്റപ്പെടുത്താൻ മാത്രം സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം അജിത് ഡോവൽ എന്ന ശക്തനായ ഒരു ദേശീയ ഉപദേഷ്ടാവാണ് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ളത്. ഈ കരുത്തിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇതാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു ഭരണകൂടത്തിൻ്റെ അതിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലായാലും അവർക്കെല്ലാം ഒരു ദീർഘവീക്ഷണമുണ്ട്. നമ്മുടെ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം, എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാം എന്നുള്ള കൃത്യമായ ഒരു വീക്ഷണം അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. എന്തായാലും അജിത് ഡോവലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.